ഇപ്പോഴത്തെ നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിനെ പറ്റി റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ട വാർത്ത ശ്രീ നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ അവകാശവാദത്തെ പൊളിക്കുന്നതല്ലേ? BVR സുബ്രഹ്മണ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്തായിരുന്നു? 2014 പ്രധാനമന്ത്രിയായ ഉടനെ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വെട്ടിക്കുറക്കാൻ നരേന്ദ്രമോദി ധനകാര്യ കമ്മീഷന് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് നീതി ആയോഗ് CEO തുറന്നു പറഞ്ഞത്. അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കെ താനാണ് പ്രധാനമന്ത്രിക്കും ധനകാര്യ കമ്മീഷൻ ചെയർമാൻ YV റെഡ്ഡിക്കുമിടയിൽ ഇടനിലക്കാരനായി നിന്നത് എന്നാണ് ശ്രീ സുബ്രഹ്മണ്യം വെളിപ്പെടുത്തിയത്. സംസ്ഥാനങ്ങൾക്ക് 42% കേന്ദ്ര നികുതി വിഹിതം നൽകണമെന്നായിരുന്നു YV റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള ധനകാര്യ കമ്മീഷൻ ശുപാർശ. അത് 33% വെട്ടിക്കുറക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിച്ചത്. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിൽ സ്വതന്ത്ര തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷണർ. ഈ ഭരണഘടനാ മാനദണ്ഡം ലംഘിച്ചാണ് പ്രധാനമന്ത്രി കമ്മീഷന് മേൽ സമ്മർദ്ദം ചെലുത്തിയത്. എന്നാൽ YV റെഡ്ഡിയുടെയും ധനകാര്യ കമ്മീഷൻ്റെയും നിലപാട് ശക്തമായിരുന്നു. അത് കാരണം നരേന്ദ്രമോദിയും BJP സർക്കാരും ഉദ്ദേശിച്ച അജണ്ട നടപ്പിലാക്കാൻ കഴിയാതെ പോയി. ഇപ്പോൾ ധനകാര്യ കമ്മീഷൻ വഴിയുള്ള വിഹിത വിതരണം ആരുടെയും ഔദാര്യമല്ല. ഭരണഘടനാപരമായി അത് സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. കമ്മീഷൻ്റെ പരിഗണനാ വിഷയങ്ങളിലും മാനദണ്ഡങ്ങളിലും സാധാരണ കേന്ദ്ര സർക്കാർ കൈകടത്താൻ പാടില്ല. ഇവിടെ ആ കൈകടത്തലാണ് ഉണ്ടായത്. നമുക്കറിയാം, കേരളത്തിൽ ലഭിക്കേണ്ട അർഹതപ്പെട്ട തുക നിഷേധിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നേരെ സ്വീകരിച്ചു വരുന്ന സമീപനം. BJP സർക്കാർ വന്ന ശേഷം 2011 ജനസംഖ്യ മാനദണ്ഡമാക്കാൻ ധനകാര്യ കമ്മീഷനോട് ആവശ്യപ്പെട്ടത് കാരണം നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയായി. ഈ പ്രശ്നം സംസ്ഥാനം ഉയർത്തുമ്പോൾ അതിന് പരിഹാരം കാണാതെ തുകയുടെ വലുപ്പം പറയുകയാണ് ചെയ്യുന്നത്. BJP നൽകുന്ന പരസ്യങ്ങളിലും കേരളത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്താനാണ് ശ്രമിക്കുന്നത്. സാമ്പത്തികമായി കേരളത്തിൻ്റെ കഴുത്ത് ഞെരിക്കുന്നവർ തന്നെ അതിൻ്റെ പേരിൽ സംസ്ഥാനത്തിനെതിരെ ആക്ഷേപം ചൊരിയുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന്
ഒന്നും ലഭിക്കാനില്ല എന്ന തിരിച്ചറിവ് വലിയ തോതിലുള്ള വെപ്രാളവും നിരാശയും സൃഷ്ടിച്ചു എന്നതാണ് കാണാൻ സാധിക്കുക. അതാണ് തീർത്തും തെറ്റായ കാര്യങ്ങൾ പറയാൻ പ്രധാനമന്ത്രിയെയും BJPയെയും പ്രേരിപ്പിക്കുന്നത്. അതേ ദയനീയതയാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രശ്നം.